ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ റെസിപ്പിയുമായാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രുചിയിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് വളരെ ഈസിയായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് കെച്ചപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കഴുകി വൃത്തിയാക്കിയ 5 മീഡിയം സൈസ് ടൊമാറ്റോയാണ്. കെച്ചപ്പിനായി ടൊമാറ്റോ എടുക്കുമ്പോൾ നല്ല പഴുത്ത ടൊമാറ്റോ തന്നെ എടുക്കുവാനായി ശ്രദ്ധിക്കുക. ടൊമാറ്റോയുടെ മുകൾ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതിനെ ഒരു 4-5 കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. നമ്മളിതിനെ വേവിച്ചൊന്ന് അരച്ചെടുക്കുന്നതിനാൽ കഷ്ണങ്ങൾ അധികം ചെറുതാക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി കെച്ചപ്പിൻ്റെ ഒരു ഫ്ലേവറിനായി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 മീഡിയം സൈസ് വെളുത്തുള്ളി അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട. കെച്ചപ്പിന് നല്ലൊരു കളർ കിട്ടുവാനായി ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് ചെറുതായി അരിഞ്ഞെടുത്തത്. നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ഈ ടൊമാറ്റോയുടെ കൂടെ പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഗ്രാമ്പുവും കറുവാപ്പട്ടയും ഓപ്ഷണലാണ്. അതൊരു ഫ്ലേവറിനായി മാത്രം ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ടൊമാറ്റോ വെന്ത് കഴിഞ്ഞെടുക്കുമ്പോൾ പ്രഷർ കുക്കറിൽ നിന്ന് തന്നെ നമുക്കത് രണ്ടും മാറ്റിക്കളയാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്ക് ഈ പ്രഷർ കുക്കർ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് പ്രഷർ മാറിയതിന് ശേഷം പ്രഷർ കുക്കർ തുറന്നു നോക്കാം. ഈ വേവിച്ചെടുത്ത ടൊമാറ്റോ ഒന്ന് തണുത്തതിന് ശേഷം ഒരു മിക്സി ജാറിലിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. മുൻപ് ചേർത്ത് കൊടുത്ത കറുവാപ്പട്ടയും ഗ്രാമ്പും ഒക്കെ ഞാനിവിടെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ ടൊമാറ്റോ നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. കുറേ നേരം ഇട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പോൾ ടൊമാറ്റോയുടെ അരിയും തൊലിയും ഒക്കെ ഇങ്ങനെ മാറിക്കിട്ടും. അപ്പോൾ ടൊമാറ്റോ പ്യൂരി ഇവിടെ റെഡിയായി. ഇതിലെ ജലാംശമൊക്കെ ഒന്ന് മാറ്റി വറ്റിച്ചെടുക്കുവാനായി നമുക്കിതിനെ ഒരു പാനിലേക്ക് മാറ്റാം. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1.5 ടേബിൾ സ്പൂൺ വിനെഗർ, ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. മധുരം, എരിവ്, പുളി ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ഞാൻ ഈ പറഞ്ഞ 3 ഇൻഗ്രീഡിയൻസിൻ്റെയും അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഞാനിതൊരു ഇൻഡക്ഷൻ കുക്കറിലാണ് വെച്ചിരിക്കുന്നത്. ഗ്യാസ് സ്റ്റൗവിലാണെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഈ മിക്സ്ചർ അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് കുറുകാൻ തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഒരു 15-20 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും കെച്ചപ്പ് റെഡിയായി കിട്ടും. മധുരം ഒന്ന് ബാലൻസ് ചെയ്യുവാനായി ഞാനിവിടെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മിക്സ്ചർ ചെറുതായി കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് മധുരവും എരിവും ഒക്കെ നോക്കിയതിന് ശേഷം അവരവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള മധുരവും എരിവും ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലെ പ്രിസർവേറ്റീവ് എന്ന് പറയുന്നത് വിനെഗറാണ്. കെച്ചപ്പ് ഉണ്ടാക്കി കുറച്ച് ദിവസം സൂക്ഷിച്ച് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പുളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കും അല്പം കൂടി വിനെഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിങ്ങനെ കുറഞ്ഞ അളവിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് ഒരാഴ്ചയിൽ കൂടുതലൊന്നും വെക്കേണ്ട ആവശ്യം വരാറില്ല. അതിനാൽ ഈ പറഞ്ഞ അളവിലല്ലാതെ കൂടുതൽ വിനെഗർ ചേർത്ത് കൊടുക്കാറില്ല. അപ്പോൾ നമ്മുടെ കെച്ചപ്പ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഒരല്പം കെച്ചപ്പ് എടുത്ത് ഞാൻ ഈ പ്ലേറ്റിൽ വെച്ച് ഒന്ന് ചരിച്ച് വെച്ച് നോക്കി. അതിൻ്റെ ചുറ്റും വെള്ളമൊന്നും ഊർന്നു വരുന്നത് കാണാനില്ല. അപ്പോൾ നമ്മുടെ കെച്ചപ്പ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ലപോലെ ഒന്ന് തണുത്തതിന് ശേഷം കെച്ചപ്പ് നല്ലപോലെ ഉണങ്ങിയ ഗ്ലാസ് ജാറിലേക്കോ ബോട്ടിലിലേക്കോ മാറ്റി ഫ്രിഡ്ജിൽ അടച്ചു സൂക്ഷിക്കാം. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, പ്രത്യേകിച്ചും കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് കമൻറ്റ്. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.